ആവശ്യമായ ജലത്തിൻ്റെ അത്യാധുനിക പരിഗണിച്ചുകൊണ്ട് ഒരു പ്രകടന നിർമ്മാണം ഒരു ഡയാലിസിസിൻ്റെ പ്രഭാഷണത്തിലുള്ള സ്ഥാനത്തിലാണ് സുപ്രീം കൈകാര്യം സ്വീകരിച്ചു. അതുപോലെ തന്നെ ആവശ്യം കൊടുത്തു. ഇന്നലെ പുറത്തുള്ള ആരോഗ്യം ഏറെ കൃത്യമായിട്ട് എടുത്ത കഴിവുകളിൽ ഒന്നാണ് ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചത്. ആ ഇതിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയാണ് വളരെ പെട്ടെന്ന് പാർട്ടീഷൻ സംബന്ധിച്ച് കുറച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് പ്രവർത്തനത്തിൽ ഇമ്മീഡിയറ്റായിട്ട് അപേക്ഷയുള്ള നൽകുന്നതാണ് എന്നതോടുകൂടി എല്ലാ ആശംസകളും സൈനികരായിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി തുടങ്ങുമല്ലേ തുടങ്ങും. ഞാൻ പോകുന്ന മുമ്പ് പറഞ്ഞില്ല. 150 മീറ്റർ 550 അടി 150 മീറ്റർ ആണ്. അവർ വരും അവരിവിടെ ഉണ്ട്, കുറേ പേരുണ്ട്. അവർ വന്നോളൂ. ഒരാവശ്യം ഉയർന്നപ്പോൾ LFL പെട്ടെന്ന് രൂപപ്പെടുത്തി കൊടുക്കാൻ സാധ്യമായൊരു മാർഗം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൊള്ളക്കണ്ണന് ആവശ്യമായ പെർമിഷൻ കൊടുത്തു. അത് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ 6 റിഗുകളാണ് നമ്മൾ എടുത്തത്. പണ്ട് നമുക്കുണ്ടായിരുന്ന റിഗുകളെല്ലാം വലിയ വണ്ടികളായിരുന്നു. അത് പല പ്രദേശത്തും കയറിപ്പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ പണികൾ നല്ല നിലയിൽ തുടർന്ന് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായതുകൊണ്ട് ചെറിയ വെഹിക്കിൾസാണ് ഇപ്രാവശ്യം എടുത്തത്. അത് 2 വാഹനങ്ങൾ കൂടി ചേർന്നതാണ് ഒരു റിഗ്. ഒഴിക്കുന്ന മെഷീനും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ഈ 2 വാഹനങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏകദേശം വാഹനം കിടക്കുന്നിടത്തുനിന്ന് 100 മീറ്റർ അകലെ വരെ ഉള്ള സ്ഥലത്ത് ഇതിൽ നിന്നും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. 150 മീറ്റർ താഴത്തിൽ ഏകദേശം 550 അടിയോളം 505 അടിയോളം താഴത്തിൽ ഈ റിഗ് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. ഏതായാലും നമ്മുടെ ജില്ലയിലേക്ക് തന്നെ ആദ്യത്തെ പുതിയ റിഗ് അനുവദിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ആ പുതിയ റിഗ് അനുവദിച്ച ആദ്യത്തെ പ്രവൃത്തിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും. ആവശ്യമായ ജലം ഇവിടെ ഉറപ്പുവരുത്താനും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പേഷ്യൻസിന് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയും ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുന്നു. സാധുക്കളും ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അനന്തര നടപടിക്രമവും കൂടി ഇതിൻ്റെ ഭാഗമായി നീക്കണം.